ഹായ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന പോലെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പേപ്പറിൽ, കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ കുറച്ചധികം സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ വേഗത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ സർക്കിളാക്കി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മറ്റേ ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡില്ലേ, അതിൽ സാധാ നമ്മളെ നൂലില്ലേ, ആ നൂല് ഇതിൽ കാണുന്ന പോലെ ഞാൻ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റൗണ്ടൊക്കെ ഇതിൽ കാണുന്നത് പോലെ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈന് പശയാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൽ ഒട്ടിക്കോളൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ നോർമൽ പശയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമേ സമയം എടുക്കുന്ന ഒരു പാർട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ സൂക്ഷിച്ച് ഒട്ടിച്ച് കൊടുക്കണം എന്നുള്ളൂ. അപ്പം ഇത് ഉണ്ടാക്കി ഫൈനലായിട്ട് കാണുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയ സാധനമാണോ എന്ന് വിചാരിക്കുകയില്ല കേട്ടോ. ഇതിങ്ങനെ പേപ്പറാണെന്നൊന്നും ഒരിക്കലും തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. ഫൈനൽ ലുക്ക് കണ്ടാലറിയാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനെല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കാർഡ്ബോർഡും പേപ്പറും പശയും എല്ലാം എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ലേ. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഒരു സൂപ്പർ അടിപൊളി വാൾ ഡെക്കർ കിട്ടും. കടയിലൊന്നും പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കടയത്തേക്കാളും സൂപ്പറായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളതല്ല. നമുക്ക് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം, എന്ത് സാധനം കണ്ടാലും അതുകൊണ്ട് ഭംഗിയുള്ള എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്നാക്കി മാറ്റാനാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ ചെയ്തു നോക്കാൻ ഓരോന്നോരോന്ന് ഐഡിയ ആയിട്ട് നമുക്ക് മുന്നിൽ വരും. അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്ന് തോന്നിയപ്പം എനിക്ക് മനസ്സിൽ വന്നൊരു ഐഡിയ ആണ് ഇത്. അപ്പോൾ എന്നെപ്പോലെ ഐഡിയാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും, പിന്നെ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടായി നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനത്തെ നല്ല ക്രാഫ്റ്റായിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.